എല്ലാവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളായി ഗ്രാമീണ കുടുംബങ്ങളുടെ ആശ്രയമായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA 2026 ജൂലൈ 1 മുതൽ വലിയ മാറ്റത്തിന് വിധേയമാകുകയാണ്. കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവരുന്ന VBGRAMG അഥവാ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവൻ മിഷൻ എന്ന പദ്ധതിയാണ് ഇനി തൊഴിലുറപ്പ് മേഖലയിലെ പ്രധാന പദ്ധതിയാകാൻ പോകുന്നത്. ഈ മാറ്റം തൊഴിലാളികൾക്ക് ഗുണമാണോ ദോഷമാണോ? കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? തൊഴിൽ ദിനങ്ങൾ കൂടുമോ? വേതനം വർദ്ധിക്കുമോ? അതോ കൂടുതൽ നിയന്ത്രണങ്ങളാണോ വരുന്നത്? എല്ലാം വിശദമായി നമ്മൾക്ക് നോക്കാം. നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാണ് ലഭിക്കുന്നത്. എന്നാൽ പുതിയ VBGRAMG പദ്ധതി പ്രകാരം ഇത് 125 ദിവസത്തെ തൊഴിലായി ഉയർത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിലവിലെ സംവിധാനത്തെക്കാൾ 25 ദിവസം അധികം തൊഴിൽ ലഭിക്കുന്ന അവകാശവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇവിടെ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെയും വിവിധ വിദഗ്ധരുടെയും ആശങ്ക ആരംഭിക്കുന്നത്. കാരണം തൊഴിൽ ദിനങ്ങൾ പേപ്പറിൽ 125 ആയി ഉയർന്നാലും അതിനൊപ്പം പുതിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല റിപ്പോർട്ടുകൾ പ്രകാരം കാർഷിക സീസണുകളിൽ തൊഴിലുറപ്പ് ജോലികൾക്ക് നിയന്ത്രണം വരാനും സാധ്യതയുണ്ട്. കൂടാതെ പദ്ധതിയുടെ ധനസഹായത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കാര്യവും ചർച്ചയിലുണ്ട്. ഇതുമൂലം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൊഴിലുറപ്പ് മേഖലയിൽ നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. കടുത്ത വേനൽ ചൂടും വിവിധ ഭരണപരമായ മാറ്റങ്ങളും കാരണം പല സ്ഥലങ്ങളിലും തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞിരിക്കുന്നു. നിരവധി തൊഴിലാളികൾക്ക് ആവശ്യമായത്ര ജോലി ലഭിച്ചില്ലെന്ന പരാതികളും ഉയർന്നിരുന്നു. അതിനിടെയാണ് സംസ്ഥാന സർക്കാർ തൊഴിലുറപ്പ് മേഖല ശക്തിപ്പെടുത്തുന്നതിനായി അധിക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റ് തൊഴിലുറപ്പ് പദ്ധതികൾക്കായി അധിക വിഹിതം അനുവദിക്കുകയും നഗരപ്രദേശങ്ങളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കും കൂടുതൽ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കേന്ദ്രതലത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും കേരളത്തിൽ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ തുടരാൻ ശ്രമിക്കുന്നുവെന്നാണ് സർക്കാർ നിലപാട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംശയം ഇതാണ്: നിലവിൽ ഉള്ള ജോബ് കാർഡുകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിലവിലുള്ള EKYC പൂർത്തിയാക്കിയ ജോബ് കാർഡുകൾ താൽക്കാലികമായി തുടരുമെന്നും പിന്നീട് പുതിയ തൊഴിലുറപ്പ് കാർഡുകൾ വിതരണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജോലികൾ തടസ്സമില്ലാതെ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ പദ്ധതി ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ജലസംരക്ഷണം, കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഗ്രാമവികസന പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. തൊഴിൽ നൽകുക മാത്രമല്ല, ഗ്രാമങ്ങളുടെ വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്ന മറ്റൊരു ആശങ്കയുണ്ട്. MGNREGA ഒരു അവകാശ അധിഷ്ഠിത പദ്ധതിയായിരുന്നു. ജോലി ആവശ്യപ്പെട്ടാൽ നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടായിരുന്നു. പുതിയ സംവിധാനത്തിൽ അതേ അവകാശങ്ങൾ നിലനിർത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ചില തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമതായി, ജോബ് കാർഡും ആധാറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി, പഞ്ചായത്തിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. മൂന്നാമതായി, പുതിയ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കാർഡ് പുതുക്കൽ നടപടികൾ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കുക. കാരണം ജൂലൈ 1 മുതൽ രാജ്യത്താകെ പുതിയ സംവിധാനം നിലവിൽ വരാനിരിക്കുകയാണ്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തൊഴിലുറപ്പ് പദ്ധതി മാറുന്നത് തൊഴിലാളികൾക്ക് ഗുണമാകുമോ? 125 ദിവസത്തെ തൊഴിൽ യാഥാർത്ഥ്യത്തിൽ
ലഭിക്കുമോ? കേരളത്തിന് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ തൊഴിലുറപ്പ് വാർത്തകളും സർക്കാർ പദ്ധതികളുടെ അപ്ഡേറ്റുകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.